നമസ്കാരം. ആർടെമിസ് 2 സംഘം 5:37 ഭൂമിയിലിറങ്ങി. 4 യാത്രികർ അടങ്ങുന്ന ഓറിയോൺ പേടകം 5:37 യുഎസിലെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ കുതിപ്പിന്റെ ശുഭസമാപ്തിയാണിത്. യുഎസിൽ നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, കാനഡക്കാരൻ ജെറമി ഹാൻസൺ എന്നിവരാണ് തിരികെ എത്തിയത്. സ്പ്ലാഷ് ഡൗണിന് മുമ്പുള്ള നിർണായക ബേൺ ക്രൂ വിജയകരമായി നിർവഹിച്ചു. ഓറിയോൺ 8 സെക്കൻഡ് ദൈർഘ്യമുള്ള ത്രസ്റ്റർ ഫയറിംഗ് നടത്തി. ഈ ബേൺ മൂലം സെക്കൻഡിൽ 4.2 അടി വേഗത്തിലുള്ള മാറ്റമുണ്ടായി. ഈ നിർണായക നീക്കം ആർടെമിസ് 2 ഭൂമിയിലേക്കുള്ള അന്തിമ പാതയിൽ കൃത്യമായി നയിക്കാൻ സഹായിച്ചു. സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിലാണ് യാത്രാ പേടകമായ ഓറിയോൺ ഇന്റർഗിറ്റി വന്ന് ഇറങ്ങിയത്. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലാണ് ഓറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു. ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ പേടകത്തിന്റെ ക്രൂ ക്യാപ്സ്യൂൾ, അതായത് യാത്രികർ ഇരിക്കുന്ന ഭാഗം, വേർപെട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തീഗോളമായി പ്രവേശിച്ചു. പേടകത്തിലെ താപകവചം ഈ സമയം സംരക്ഷണമേകി. പിന്നാലെ ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമായി വിടർത്തുന്ന പാരഷൂട്ടുകളുടെ സഹായത്തോടെ പേടകം കടലിലേക്ക് പതിച്ചു. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തൊട്ട് സമുദ്രപതനം വരെ 15 മിനിറ്റ് സമയമാണ് വേണ്ടി വന്നത്. ഇതിനെയാണ് സ്പ്ലാഷ് ഡൗൺ എന്ന് വിളിക്കുന്നത്. ഏപ്രിൽ 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഇവരുടെ ചന്ദ്രയാത്ര തുടങ്ങിയത്. ആകെ 11 ലക്ഷം കിലോമീറ്റർ പേടകം സഞ്ചരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയാണ് ആർടെമിസ് 2 ദൗത്യ സംഘം മടങ്ങിയെത്തിയത്. കടലിൽ നിന്ന് പേടകത്തെയും യാത്രികരെയും വീണ്ടെടുക്കാൻ അമേരിക്കൻ നാവികസേനയുടെ പ്രത്യേക കപ്പൽ സജ്ജമായിരുന്നു. കപ്പലിൽ വെച്ചു തന്നെ സംഘാംഗങ്ങളുടെ പ്രാഥമിക വൈദ്യപരിശോധന നടത്തും. ചൈന ചെയ്യും മുൻപേ 2028 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന നാസയുടെ സ്വപ്ന പദ്ധതിക്ക് മുന്നോടിയായാണ് ഇവരെ അയച്ചത്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകാത്ത ചന്ദ്രന്റെ വശത്തും ഓറിയോൺ പേടകമെത്തി. മനുഷ്യനെ വഹിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും നീണ്ട ദൂരം താണ്ടി റെക്കോർഡിട്ടു. 56 വർഷമായി നാസയുടെ അപ്പോളോ 13 ദൗത്യത്തിൻ്റെതായിരുന്ന റെക്കോർഡാണ് ഓറിയോൺ തിരുത്തിയത്. ദൗത്യത്തിനിടെ സംഘാംഗങ്ങൾ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആർടെമിസ് 2 യാത്രയ്ക്കിടെ ചന്ദ്രന്റെ മറുപുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഏകദേശം 40 മിനിറ്റോളം ഭൂമിയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഈ ഏകാന്തമായ നിമിഷങ്ങളിൽ അവർ ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഗർത്തങ്ങളും ഉൽക്കാപതനങ്ങളും നിരീക്ഷിച്ചു. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന 1 മണിക്കൂർ നീണ്ട സൂര്യഗ്രഹണത്തിനും ഇവർ സാക്ഷിയായി മാറുകയും ചെയ്തു.